ഇപ്രാവശ്യത്തെ ഓണം ഞാനും കാവേരിയും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലേ കാവേരി? അതെ. ഇത് വല്ല നടക്കുവോ? കുറെ നേരമല്ലേ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇത് നിങ്ങൾ കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണോ? അല്ലല്ല, അവർക്ക് എടുത്തിട്ട് ആദ്യം കഴിച്ചോ. എന്റെ അമ്മേ, കാവേരി എന്നെ കൊണ്ടുപോവാ. ഓക്കെ, അപ്പൊ കുളിപ്പിക്കാൻ എത്ര സമയം എടുക്കും ചേട്ടാ? ഒരു 3 മണിക്കൂർ കുളിപ്പിക്കാനോ? ഈശ്വര, എനിക്കിതിന്റെ പുറത്ത് വെച്ചിട്ട് ഒരയ്ക്കാൻ തോന്നുന്നതേ ഇല്ല. അയ്യോ ചേട്ടാ, വാ ചേട്ടാ, എനിക്ക് ഇവളുടെ പുറത്ത് തരണം. ഇവന് ഇല്ല, പറ്റൂല പറ്റൂല. ഒന്നാമത് കല്യാണം പോലും കഴിച്ചിട്ടില്ല ഞാൻ. എനിക്ക് കല്യാണം കഴിക്കണം നാളെ. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെയും ജാങ്കോ സ്പേസിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്പം എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കുമല്ലേ? ഞാനും ചെറുതായിട്ട് ഓണത്തിൻ്റെ തിരക്കിലാണ്. സദ്യ ഒരുക്കണം, പൂക്കളിടണം, സദ്യ കഴിക്കണം, അതാണ് മെയിൻ. അപ്പോൾ ഞാനിപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് സദ്യ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. സദ്യ കഴിക്കുമ്പോൾ ഒരു സുന്ദരിക്കുട്ടിയൊക്കെ ആയിട്ട് സദ്യ കഴിക്കണ്ടേ? എൻ്റെ അടുപ്പ് ഒരു സുന്ദരിക്കുട്ടിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുന്ദരിക്കുട്ടി കാവേരി. കാവേരി എൻ്റെ തൊട്ടടുത്തുണ്ട്. നമുക്ക് കാവേരി കാണിച്ചാലോ? കാവേരി, മോളെ കാവേരി, എന്താ അനങ്ങാത്തെ? മിണ്ടുന്നില്ല. കാവേരി വന്നേ, വാ നമുക്ക് സദ്യ കഴിക്കണ്ടേ? ഇവളെന്താ മിണ്ടാത്തെ? കാവേരി, കാവേരി, മോളെ കാവേരി. ദോ നിക്കുവാ. കാവേരി, എന്താ വിളിച്ചിട്ട് വരാത്തെ? വാ വാ വാ. വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സുന്ദരിക്കുട്ടിയല്ലേ കാവേരി? എന്നെക്കാളും സുന്ദരിയാ കാവേരി, അല്ലേ കാവേരി? അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഞാനും കാവേരിയും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലേ കാവേരി? അപ്പോൾ നമുക്ക് സദ്യ കഴിക്കണ്ടേ ഒരുമിച്ചിരുന്ന്? അപ്പോൾ നമുക്കുള്ള സദ്യ അവിടെ റെഡി ആയിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്ക് നോക്കണം. പോയി നോക്കിയിട്ട് വരട്ടെ. വരുന്നുണ്ടാ? വാ വാ. വാ. പാവം എൻ്റെ കൊച്ചിന് വിശക്കണാടാ, നമുക്ക് ചോദിക്കാം. വാ. അതെ, ഇത് വല്ല നടക്കുവോ? കുറെ നേരമല്ലേ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്റെ കൊച്ചിന് വിശക്കുന്നു. ഇത് കുറെ നേരമല്ലേ തുടങ്ങിയിട്ട് കട്ടിങ് ഒക്കെ? ഇതല്ലേ രാവിലെ മുതലും പറയുന്നത്. എന്റെ കൊച്ചു വാ തുറക്കുന്നു. കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണോ? അവർക്ക് എടുത്തിട്ട് സദ്യക്ക് 2 പഴം മതി. അവർക്ക് വിശക്കുന്നു, കൊടുക്കണ്ടേ? നോക്കണം. ഇനി നമുക്ക് സദ്യ കഴിക്കണം ഇല്ലേ? ഇനി സദ്യ കഴിക്കുമ്പോൾ കഴിച്ചാൽ മതി. ഓക്കെ, വാ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ച് സുന്ദരിയായിട്ട് വരാം. വാ 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 വാ. അപ്പോഴും സദ്യ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാവേരിക്ക് നല്ല ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് അറിയല്ലോ. വേണോ? അവർക്ക് വിശക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും സദ്യയിൽ തണ്ണി മൊത്തം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അത് ഇവിടെയാണോ? പക്ഷെ കാവേരിക്ക് വേണ്ട. വാ കാവേരി, നമുക്ക് പോവാം. നമ്മൾ ഇന്ന് ഇവിടെ നിന്നാലേ നമ്മൾ നാണം കിടും. ഇവർ നമ്മൾ വിചാരിച്ച ആൾക്കാരൊന്നും അല്ല, ഇച്ചിരി കുഴിമടിയന്മാരാ സത്യം. അപ്പം നമ്മൾ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ച് കാവേരി കുളിച്ച് സുന്ദരിയാക്കിയിട്ട് വരാം. അല്ലേ കാവേരി? വാ 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 വാ. വാ. വേണം. എന്താ വേണ്ടത്? എന്താ വേണ്ടേ? പഴം വേണോ? പഴം വേണോ? അത് തന്നെ അറിയാം തരാനൊക്കെ. ഇതാ കഴിച്ചോ. അതെ, വാ വാ വാ. മതി മതി മതി. ഇനി സദ്യ കഴിക്കണം. വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ സദ്യ കഴിക്കാൻ പറ്റൂല. പോ 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 പോ. പോട്ട് പോട്ട്.
ആ നല്ല കുട്ടി. ചേച്ചി കാവേരിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. കാവേരിനെ കുളിപ്പിക്കാൻ കാവേരി കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. അതിന്റെ മുമ്പ് നമുക്ക് കാവേരിനായിട്ട് വടംവലി വെച്ചാലോ? വടംവലിയോ? കാവേരി കേട്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? വേണോ? ഞാൻ കാവേരി ചോദിച്ചു നോക്കട്ടെ. കാവേരി, ഈ മോള് പറയല്ലേ നമുക്ക് വടംവലി വെച്ചാലോ എന്ന്. വടംവലി വെക്കണോ കാവേരി? കണ്ടാ വടംവലി വെക്കണോന്ന്. അപ്പൊ വെച്ചാല ബാ, എന്നിട്ട് നമുക്ക് ആനയെ കുളിപ്പിക്കാം. ബാ ബാ കാവേരി പോവാ. മോള് ചേച്ചി തുടങ്ങല്ലേ? ആ സ്റ്റാർട്ട്. ഓക്കെ. എന്റെ അമ്മേ കാവേരി എന്നെ കൊണ്ടുപോവാ. കാവേരി പ്ലീസ്. അമ്മ ഞാൻ ആരാ മോള്? എന്റെ പൊന്നാളിയാ. ഓക്കെ ഞാൻ തോറ്റു പിന്മാറിയിരിക്കുന്നു കാവേരി. അയ്യോ എൻ്റെ കാവേരി, നിന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ. സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും ചേച്ചി തോറ്റല്ലേ, ഞാൻ പോണു. എന്നെ വിളിച്ച് വരുത്തി വടംവലി ഒളിപ്പിച്ചിട്ടേ ഇപ്പം പറയുക ചേച്ചി തോറ്റില്ല ഞാൻ പോകുന്നു. പൊക്കോ, ഇനി കാവേരി കുളിപ്പിക്കണം, പിന്നെ സദ്യ കഴിക്കണം അല്ലേ കാവേരി? കാവേരി പോയി കുളിപ്പിച്ചിട്ട് വരാം. ഞാൻ കാവേരി കുളിപ്പിക്കാൻ പോവാം. ആരും വേണ്ട. ഹായ് ചേട്ടാ. ചേട്ടനല്ലേ എല്ലാം കാവേരിയുടെ? അതെ, അച്ഛൻ, അമ്മ, സഹോദരൻ എല്ലാം. അതെ, നമ്മളെ കാവേരിയുടെ എല്ലാമായ നമ്മുടെ ഷിമിൻ ചേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാല്ലേ. ചേട്ടാ, എനിക്ക് കാവേരി കുളിപ്പിക്കണം, എന്നിട്ട് വേണം സദ്യ കഴിക്കാൻ. അവൾക്കും വിശപ്പുണ്ട്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ആണോ? ഓക്കെ. അപ്പൊ കുളിപ്പിക്കാൻ എത്ര സമയം എടുക്കും ചേട്ടാ? ഒരു 3 മണിക്കൂർ ചുരുങ്ങിയത് വേണം. കുളിപ്പിക്കാനോ? ഈശ്വര. ആനയാണേ. അല്ല, അതെനിക്ക് മനസ്സിലായി. സാധാരണ നമ്മുടെ പശു, പോത്ത് അതിനെ കുളിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ. അതങ്ങനല്ല, ഇവൽന്ന് പറഞ്ഞാൽ നമ്മള് മുന്നിൽ നിന്ന് കേക്ക് പുറകു വരെ പോണം. ആണോ? ഒരച്ചൊരിച്ച് കുളിപ്പിക്കുക. അത്ര വൃത്തിയായിട്ടാണ് അവനെ കുളിപ്പിക്കുന്നത്. അപ്പൊ ഞാനിവിടെ സഹായിക്കാം. എവിടെ തുടങ്ങണം? ആദ്യം അവനെ ഇരുത്തണ്ടേ? ഓക്കെ. ആദ്യമായിട്ടാണ് ഞാനൊരു എന്താ പറയണ്ടേ ആനയെ കുളിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാണൊന്നുമില്ലല്ലോ അല്ലേ? നാണ ഇരിക്കാനും വേറെ ആളുകളുടെ അടിയിൽ ഇരിക്കാൻ കുറച്ച് നാണമുണ്ട്. അപ്പൊ ഞാൻ മാറണോ? കുറച്ച് മാറിക്കോളൂ. ഞാൻ കുറച്ച് മാറാം. അവൾക്ക് ഇച്ചിരി നാണമുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഒളിച്ചിരിക്കാം. നാണക്കാരിയാണ്. ആണോ? അപ്പൊ ഞാൻ ഒളിച്ചിരിക്കാവേ. അവളെ ഇരുത്തിയിട്ട് എന്നെ വിളിച്ചാ മതിയേ. അപ്പോഴേ ഞാൻ വരാം. കൊച്ചു പിള്ളേരെ പോലെയാ കാവേരി. കുളിക്കാൻ നേരത്തേക്ക് ഭയങ്കര നാണോ. അല്ല, അവിടെ കിടന്നടി മോളെ. കഴിഞ്ഞു നോക്കട്ടെ. ഇവിടെ കിടന്നടി മോളെ. കാവേരി ഇവിടെ കിടന്നടി പെണ്ണെ. വന്നോട്ടെ. ദേഷ്യം വരുമോ? ഇവിടെ കിടന്നടി മോളെ. അവിടെ മെല്ലെ. അയ്യോ, പതുക്കെ. അപ്പൊ ഞാൻ ഏത് സൈഡിൽ വരണം? നിങ്ങൾ ഇങ്ങോട്ട് പോരി, ബാക്ക് പോരി. ഇവിടെ പോരി. ഇവിടെ തന്നെ വരച്ചു. ആദ്യം എങ്ങനെയാ ചേട്ടാ? പുറത്ത് വെള്ളം ഒഴിക്കോ? ആദ്യം വെള്ളം ഒഴിക്കും. സോപ്പ് തേക്കോ? സോപ്പ് വെക്കലുണ്ട്. ഏത് സോപ്പാ? സോപ്പ് മെഡിമിക്സ്, സന്തൂർ ഒക്കെ തേക്കും അല്ലേ? എന്റെ പൊന്നെ, ഇതിട്ടാണോ തേക്കുന്നത്? ബ്രഷ്. ഇത് വേദനിക്കത്തില്ലേ? അത് ആനന്റെ ശരീരത്തിന് ഒത്ത ബ്രഷ് വേണ്ടേ? എന്നാലും കുറച്ച് സോഫ്റ്റ് അല്ലേ? ഇത്ര ഇതല്ലേ അതിന്റെ അടിയിൽ ഈ ഇതൊക്കെ ഈ ചളിയൊക്കെ. നമ്മൾ നോർമലി നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റിലാണ് ഇത് തേക്കുന്നത് എന്റെ അച്ഛനൊക്കെ. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് അല്ലേ? സോഫ്റ്റ് ഒന്നല്ലേ. ഇതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മരത്തിലൊക്കെ ഒരച്ച് നടക്കേണ്ട ശരീരല്ലേ. അപ്പൊ ഇത് വെച്ച് ഇങ്ങനെ ഒരിക്കുമ്പോ ഇങ്ങനെ മുറിവൊന്നും വരില്ല? ഉറപ്പാണോ? നല്ല നിങ്ങൾ നന്നായിട്ടാണ്. ഇതിന്റെ പുറമെ നമ്മള് കല്ലിട്ട് കേൾക്കും. അയ്യോ, ആ കല്ലിടറാ. അപ്പൊ ഈ നമ്മുടെ കാവേരിക്ക് പെയിൻ വേദനിക്കോ ഇല്ലെന്നൊക്കെ? വേദനിച്ചാണ് കിടക്കൊന്നുമില്ലല്ലോ. വേദനിച്ചാണ് ഉറപ്പാണോ? അത് വേദനിക്കൊന്നുമില്ല. ഈ ചളി പോണ്ടേ? എന്നാലും പാവം മരത്തിലൊക്കെ കുറച്ച് ആക്കിയ ചളികൾ പോണ്ടേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കുളിപ്പിക്കും? 2 ദിവസം കൂടുമ്പോ. 2 ദിവസം കൂടുമ്പോ? അതൊരു ചുരുങ്ങിയതൊരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിക്കണം നമ്മളിങ്ങനെ കിടത്തി.
ഒരു പെൺകുട്ടി കുളിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. ഏത്? ആ ഇത് അങ്ങനെ കുളിപ്പിച്ചാൽ ആരും വന്നിട്ടില്ല. വന്നിട്ടില്ല. ഇത് പെൺകുട്ടി എന്നല്ല, ആരും വരില്ല. അപ്പൊ ഞാനാണ് ഫസ്റ്റ്. നിന്നെ ഞാനും കൂടെ കുളിപ്പിക്കുന്ന. നീ അറിഞ്ഞോ? അവിടെ അവിടെ കിടന്നാട്ടി. ആ ഇഷ്ടമാണോ കുളിപ്പിക്കാനൊക്കെ? ഇഷ്ടമില്ലേ? അതാണ് ഈ ഇറിറ്റേഷൻ കാണിക്കുന്നത്. കിടക്കേണ്ട ഇഷ്ടമല്ല. അപ്പൊ പിന്നെ നമുക്ക് എണീപ്പിച്ച് കുളിപ്പിക്കാം. അത് കഴിക്കണമെങ്കിലേ ചളി പോകണമെങ്കിൽ കിടത്താം. അവിടെ കിടന്നടാന കുട്ടിയെ. പാവം. എനിക്ക് തോന്നിയേ ഈ സൈഡ് കൊണ്ട് താഴെ വെയിറ്റ് കൊടുക്കയില്ലേ? അതുകൊണ്ടൊന്നല്ല, പിന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങണില്ലേ. അത് ഇവിടെ ഒന്ന് നിങ്ങളെ ആൾക്കാരെ കണ്ടിട്ടാണ്. അതുകൊണ്ടാണോ? അതാണ് വിഷയം. ഞാൻ മാറണോ? വേറെ വിഷയം. ഇതുകൊണ്ട് എനിക്ക് ചെയ്യാൻ മടിയുണ്ട് കേട്ടോ. എനിക്ക് പേടിയാ. ഞാൻ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു തരാം. നിങ്ങൾ വെള്ളം ഒഴിച്ചോളി. ഇതാണ് കല്ല്. ഇത് കണ്ടോ? എന്നെ പേടിപ്പിക്കരുത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു ആനയെ കുളിപ്പിക്കുന്നത്. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് സാധാ കല്ലാണോ? ഈ കല്ല് ഇട്ടിട്ട് കണ്ടോ? ഓ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ അത് ശരീരത്തിൽ നോവൊന്നുമില്ല. ആര് പറഞ്ഞു? നോവില്ല. എല്ലാ ആനകളും ഇതിട്ടാണോ കുളിപ്പിക്കുന്നത്? കല്ലും ഇതും ശരിക്കും ഇതിന് പകരം നമ്മളെ ചകിരിട്ടാ കഴിക്കാം. ചകിരി പിന്നെയും പ്രശ്നമില്ല. ഇപ്പൊ പിന്നെ ചകിരിയൊക്കെ. അപ്പൊ 3 മണിക്കൂർ എടുക്കും ആനയെ കുളിപ്പിക്കാൻ. അതായത് 3 മണിക്കൂർ പറഞ്ഞാൽ ലോക്കൽ കുളി. ശരിക്കുള്ള ഒരു കുളിക്ക് കുളിക്കണമെങ്കിൽ ഒരു ചുരുങ്ങിയത് 5 മണിക്കൂറാവും. 5 മണിക്കൂർ. ഞങ്ങൾ 1 മണിക്കൂർ കിടത്തിയാൽ 6 മണിക്കൂർ കയ്യിലും. നിങ്ങൾ ഈ ആറ്റിലൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കുമോ? ആറ്റില് ആനൊക്കെ എവിടെയും സൂപ്പറായിട്ട് കിടക്കും. ആണല്ലേ? ഇഷ്ടമാണ്. ഇവിടെയാണ്. ഇവിടെ 6 വല്ലതും ഉള്ളോ? 6 ഉണ്ടാറുണ്ട്. 6 പോലെ ഞാൻ വയ്ക്കാം. ആന അയച്ചു കൊടുക്കാൻ. അവിടെ ആൻറ്റി. കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ. സദ്യ. അതെ. നമ്മുടെ കാവേരി എല്ലാം ആഹാരം കഴിക്കുമോ? കാവേരി നമ്മൾ കഴിക്കണ്ട എന്തും കഴിക്കും. എന്ത് കഴിച്ചാലും വേണ്ടി. പായസമൊക്കെ ഇഷ്ടമാണ്. പായസം അതാരാ വേറൊരാള്? പായസം കണ്ട വിടൂല. പായസം കണ്ട വിടൂല. വിടത്തില്ലേ? കൈ ഇവിടെ കടിക്കും. അപ്പൊ നമ്മള് രണ്ടുപേരും പായസത്തിൽ മുങ്ങി കുടിക്കും നമ്മള്. അതെങ്ങനെ തന്നെ ഞാൻ ചെയ്യാൻ എനിക്ക് ഇച്ചിരി മടിയൊക്കെ ഉണ്ട്. എന്നാലും വെറുതെ ഏതാ. പക്ഷേ നമ്മുടെ കാവേരിയുടെ പുറത്ത് ഇങ്ങനെ അഴുക്കൊന്നും ഇല്ലല്ലോ. അഴുക്കൊന്നും അല്ല. അയക്ക് ഇന്നലെ കഴുകിയതല്ലേ. അതുകൊണ്ടാണ്. ഇന്നലെ കുളിപ്പിച്ചായിരുന്നോ? ഇന്നലെ കുളിപ്പിച്ചു. ഓ അതുകൊണ്ടാണ്. അതാ പറഞ്ഞത് പെട്ടെന്ന് നീപ്പിച്ചാർന്നത്. അല്ലെങ്കിൽ ഇന്നിപ്പോ ചുരുങ്ങിയത് ഒരു 5 മണിക്കൂർ വരെ കിടത്തണം. ഓ എനിക്കിതിന്റെ പുറത്ത് വെച്ചിട്ട് ഒരയ്ക്കാൻ തോന്നുന്നതേ ഇല്ല. എന്തായാലും കൊള്ളാം. ഇതൊക്കെ വെട്ടിക്കളയോ കത്രിക വെച്ചിട്ട്? ഇല്ല ഇങ്ങനെ തന്നെയാണ്. അത് നമ്മൾ കല്ലിട്ട് കേൾക്കുമ്പോ പോവും. ഓ അല്ല ഞാൻ ചോദിച്ചത് അതല്ല. ഈ രോമം അതെ അത് നമ്മൾ കല്ലിട്ട് കേൾക്കുമ്പോ പോവും. തനി ഇളകി പോവും. ശരിക്കും ഇവക്ക് എത്ര വയസ്സായി? ഇവക്ക് 10-30 വയസ്സ് കഴിഞ്ഞു. ആണോ? അയ്യോ ചെവി പിടിക്കുന്നത് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ശരിക്കും ചെവി ഇത്രയുണ്ടല്ലേ ആനയുടെ ചെവി? ഇതിലും വലിപ്പുണ്ടാവും. ഇനിയും വലുതാവൂല്ലേ? അല്ല ഇതിൻ്റെതല്ല, ഇതിലും വലിയ ചെവിയുള്ള ആനകളില്ലേ. ഈ ചെവിക്കകത്തൊക്കെ കഴുകി കൊടുക്കോ? ഉള്ളിൽ ചെവി പിടിക്കുന്ന ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഒന്നാമത് ഈ മുന്നിൽ വേറെ ആരും വന്ന് നിൽക്കണേ താല്പര്യം. അവിടെ കൈ ഇവിടെ കെട്ടിക്കും. ഇവിടെ കെട്ടിക്കും. അപ്പൊ ഇവിടേക്ക് കഴുകി കൊടുക്കും നന്നായിട്ട്. അവിടെ കേൾക്കണം. അവിടെയൊക്കെ കല്ലിട്ടിട്ട്. കല്ലിട്ടാ പാവം. എന്നിട്ടേ ഞാൻ ഡൗട്ട് നോക്കിട്ടെ. എന്നിട്ട് ഇവനല്ലേ ഇവളെ തിരിച്ചും രണ്ടു പുറം കിടത്തണം. ആണോ? പറഞ്ഞൊക്കെ അനുസരിക്കും അല്ലേ? ഇതുപോലത്തെ ഒന്ന് എന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ വളർത്തുമായിരുന്നു. പറയണൊക്കെ അനുസരിച്ച് കുറച്ചു പേരെ പേടിപ്പിക്കുമായിരുന്നു. അത് ഈ കാണേണ്ട സുഖമില്ല വളർത്താന്. പാടാണ്. പാടെന്ന് പറഞ്ഞാൽ നമ്മള് ചേട്ടാ അപ്പൊ ഇവിടെ മാറിയൊക്കെ നിന്നാലോ? എനിക്ക് മാറിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരിടത്തും പോകാൻ പറ്റില്ല. ഞാൻ എവിടെ പോണേ 2 ദിവസം കൂടുതൽ എടുക്കും പോകാൻ പറ്റില്ല. അപ്പൊ വൈഫായിട്ടൊക്കെ പുറത്ത് കറങ്ങാനൊക്കെ പോവാൻ ഓൺലി 2 ദിവസം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ചേട്ടാ ആനയ്ക്ക് വേണ്ടി ജനിച്ചവനാണ്. ആനക്കുന്നല്ല, വൈഫിന് ഇഷ്ടമാണ്. അല്ല അതിപ്പോ എന്തായാലും പരിഭവങ്ങൾ ഇല്ലാതെ പോകില്ലല്ലോ. കാരണം ഇപ്പൊ വീട്ടുകാരെല്ലാരും ടൂർ. അപ്പൊ ചേട്ടന്റെ അടുത്ത് അത്ര സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടോ വീട്ടില്? ഈ ഒരു സ്നേഹം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ തുല്യമായിട്ട് നിൽക്കുന്ന? വീട്ടുകാർക്ക് നമ്മുടെ സ്നേഹം അങ്ങനെയല്ല ചോദിച്ചത്. ആനയ്ക്ക് ഇപ്പൊ ചേട്ടൻ ഭയങ്കര കാര്യമാണല്ലോ, ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ആ ഒരു സ്നേഹം തുല്യമുള്ളത് വേറെ ആരെങ്കിലും ഇവക്കല്ലേ? ഇവക്ക് അങ്ങനെ അറിയില്ല. ചേട്ടൻ മാത്രം. ബാക്കിയുള്ളവരെ അറിയുന്നല്ലാതെ അനക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. കൈ ഇവിടെ കെട്ടിക്കാണ്ട്
കയ്യ് ഇവിടെ കിട്ടി. ആണോ? ആ മുപ്പത്തിയാർക്ക് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചേട്ടാ ഞാൻ ശ്രദ്ധിച്ചതാണ്. ഈ പതുക്കെ പതുക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ അതൊക്കെ അത് ഇതിന്റെ രസം തരോ. ഇതിന് പറഞ്ഞാൽ ഒരു ആന ഭാഷയിലല്ല ഞാൻ കൊണ്ടെടുക്കുന്നത്. അതായത് ചട്ടടിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇവള് പ്രത്യേകത വെച്ചാൽ ഞാൻ സാധാരണ ഒരു മനുഷ്യന്മാരോട് സംസാരിക്കുന്നത് അതേ രീതിയിലാണ് ഇവളോട് സംസാരിക്കേണ്ടത്. അത് എല്ലാം ഇവള് മനസ്സിലാക്കും. അതിപ്പോ ഒരു 6 മാസം കൊണ്ട് ആന ഫുള്ള് എന്നെ പഠിച്ചു. എനിക്കിപ്പോ സത്യം പറയാമല്ലോ, എനിക്ക് ആനയെ ഭയങ്കര പേടിയായിരുന്നേ. പണ്ടൊരിക്കൽ ഞാൻ ആനനെ പുറത്ത് കയറിയിട്ടുണ്ട്. അന്ന് പണ്ടതൊരു 3-4 വർഷം മുന്നേ. പക്ഷെ അതിനുശേഷം ഞാൻ ആദ്യമായിട്ടല്ല, എനിക്കതിന് ആനയെ പേടി മാറി. ഇവളെ കണ്ടപ്പോ പേടി മാറി. എനിക്ക് ഞാനൊരു ആനപ്രേമിയായി. ഇവളെ വേറെ രസമുണ്ട്. ഇവക്ക് വേറൊരു മുഖമുണ്ട്. അത് ഞാൻ പോയി കഴിഞ്ഞിട്ടൊന്ന് വന്നാൽ നിങ്ങൾക്ക് കാണാം. പേടിപ്പിക്കല്ല, ഞാനുള്ളപ്പോഴേ ഉള്ളൂ. ഭക്ഷണം കൊടുത്തു ആവും. അത് കൂടുതൽ ഇവിടെ മുന്നിൽ നിൽക്കാനൊന്നും അയക്കൂല ആന. അപ്പൊ ചേട്ടൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാലേ ഇവളുടെ സ്വഭാവം എങ്ങനെയാ? ഞാൻ മാറിക്കഴിഞ്ഞാൽ ആന അടുത്തേക്ക് വരാനൊന്നും അയക്കൂല. ആണോ? ഭക്ഷണം കൊടുത്താലും ഓടിക്കും. കയ്യവിടാൻ കുട്ടി. അപ്പൊ പെട്ടെന്ന് ഇവളെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് വേണം നമുക്ക് പെട്ടെന്ന് ആണ് തീർത്തിട്ട് സദ്യക്ക് തിരിയാം. അതെ, ഞാനും കാവേരിയും കൂടെ. എല്ലാവർക്കും എല്ലാവർക്കും വിശക്കുന്നു. അവക്കും വിശക്കുന്നു. അതെ, അവക്ക് നമ്മളെക്കാൾ വിശക്കുന്നു. അപ്പൊ കാവേരിയെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് നമ്മൾ ഇനി അടുത്ത് സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ സദ്യ കഴിക്കാൻ പോവാലല്ലേ? പോവാ. സുന്ദരി ഇങ്ങനെ ഇങ്ങോട്ട് ഇനി വാ. ഞാനും കാവേരി കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ കാവേരി? കാവേരിയുടെ പുതിയ മാലയെ കണ്ടോ? പുതിയ പഴയ മാല തന്നെയാണ്. കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് മാലയൊക്കെ ഇവിടെ കൊണ്ടുപോകണം. ആ പക്ഷെ കാവേരിക്ക് എന്തോ ഒരു കുറവുണ്ട്. അതെന്താ കാവേരി? ഞാൻ പോയി എടുത്തിട്ട് വരാം. നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടേ. ഇതിന്റെ കുറവും കൂടെ നിനക്കുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്ത് വരാം. ഇപ്പോഴാണ് നീ ശരിക്കും സുന്ദരിയായത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഓണക്കോടിയായി. നീയേ എന്നെ വടം വലിക്ക് നീ എന്നെ തോപ്പിച്ചില്ലേ, നിനക്ക് ഞാൻ പണിഷ്മെന്റ് തരാം. നീ എന്നെ നിന്റെ പുറത്ത് കയറ്റണം. കയറ്റുമോ? ഒന്നിരുന്നേ ചേട്ടാ. വാ ചേട്ടാ, എനിക്ക് ഇവളുടെ പുറത്ത് കയറണം. ഒന്ന് ഇരിക്കാൻ പറ. അതെങ്ങനെയാ ചേട്ടാ? ഒന്ന് വന്നിട്ടൊന്ന് പറയട്ടാ. അങ്ങനല്ല, ഇരിക്കാൻ പറ. പിന്നെ ചേട്ടാ അങ്ങനെ എനിക്ക് അറിയത്തില്ല. അവളടുത്ത് പറ. കേറണോ? അല്ലാതെ അത് ബുദ്ധിമുട്ടാ എനിക്ക്. എന്ത് ബുദ്ധിമുട്ട്? ഇത്രയും ഹൈറ്റ്, എനിക്ക് ഹൈറ്റ് പേടിയാ. ശരിക്കും എനിക്ക് പറ്റൂല. ഇവിടെ വരി, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങോട്ട് വരി. അവിടെ ചവിട്ടി. ഞാൻ ചവിട്ടുമ്പോ വേദനിക്കൂലേ? നിങ്ങള് ചവിട്ടും, ആന ചവിട്ടുമ്പോഴോ വേദനിക്കൂ. എന്നിട്ട് എന്നെ ദൂരെ എടുത്ത് എറിയും. അപ്പളല്ലേ അതപ്പോ നോക്കാൻ നമുക്ക്. നിങ്ങൾ പോയി ചേട്ടൻ കൂടെ കയറും എന്റെ കൂടെ. ഇത് ബൈക്കല്ലത്. എന്താ പറഞ്ഞ ഉമ്മ? പേടിയില്ലേ കയറണ്ട? അങ്ങനെ എനിക്ക് കയറാൻ അറിയില്ല. അങ്ങനെ തന്നെ ഇവിടെ ചവിട്ടി. ഇവിടെ ചവിട്ടാ. എവിടെ ചവിട്ടാ? ഇതിലാ വേണോ? വേണ്ട, ഞാൻ കാട്ടിത്തരാം. പുറത്ത് എങ്ങനെ കേറുന്നേ? ചെവി ഇവിടെ കണ്ടോ? അങ്ങനെ ചെയ്തു തരുമോ? അതല്ലേ പറഞ്ഞതേ. ഇതാണ്ടോ ഇവിടുന്ന് പിന്നെ കയറിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഈ പാവാടൊക്കെ ഇട്ട് എങ്ങനെ അപ്പൊ ഇറങ്ങുന്നതാ? ഇറങ്ങുമ്പോ ഇത് കണ്ടോളൂ, ഇങ്ങനെ നേരെ കാൽമക്ക് തന്നെ വരിക. ഞാൻ ഇട്ടിരിക്കുന്നത് പാവാടയാ, പാന്റല്ല. ഞാൻ മുണ്ടല്ല ഇട്ടിട്ടുണ്ട്. ചെയ്യുമ്പോ പിടിച്ചോ. ഇവിടെ പിടിച്ച വേദനിക്കില്ലേ? ഇല്ല, ഒരു വേദനിക്കൂല. ഇവിടെ പിടിക്കും. ചെയ്യുമ്പോ പിടിക്കും. ഇവിടെ എനിക്ക് നല്ല പേടിയുണ്ട്. ചവിട്ടി അതന്നെ. ഇതാ ചെയ്യുമ്പോ പിടിക്കും. ചെയ്യുമ്പോ പിടിച്ചു പോ. ഇവന് ഇല്ല, പറ്റൂല.
പറ്റൂല. എനിക്ക് പേടിയുണ്ട്. എന്തെങ്കിലും ചെയ്യോ? അതേമാതിരി വലത്തെ കൈ ഇവിടെ വെക്കി. ഇതാ ഇവിടെ പിടിക്കും. ഇനി ഇവിടെ പിടിക്കും. ഇവിടെ പിടിക്കും. ആ പോട്ടെ പോട്ടെ മേലേക്ക് പോട്ടെ. ഇവന് വേദനിക്കൂലേ ചെവി? വേദനിക്കും. ഇല്ല വേദനിക്കൂല. എനിക്ക് മുറിയും ചെവി. ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. ആ കാല് വെക്ക. ഇതാ ഇതാ അത്രേ ഉള്ളൂ. ഞാൻ കാട്ടി തരാം. ഇതാ നമുക്ക് ഒരുമിച്ച് കയറാം. നമുക്ക് ഇത് ഓട്ടോറിക്ഷ അല്ലത് രണ്ടാൾ കൂടി കയറാൻ. ഇതാ അത്രേ ഉള്ളൂ. കണ്ടോ? നിങ്ങൾ എന്ത് ഈസി ആയിട്ടാ കയറുന്നേ? അതല്ലേ പറഞ്ഞതേ. നിങ്ങൾ കയറി ശീലമില്ല. എനിക്ക് എന്നെ എന്തെങ്കിലും ചെയ്യോ? ഇല്ല അങ്ങനെ കളിച്ചെന്നാലാ ചെയ്യാ. അവിടെ ചവിട്ടി. മക്കളെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. മക്കളെ കാല് താടാ. നീ ചെയ്യുമ്പോ പിടിക്കും. ഓക്കെ വേണ്ട എനിക്ക് പേടി. ആ അതാ ഇവന് വയലന്റ് ആവോ? ഇല്ലല്ലോ. ഓ അതിന്റെ ഇടയിൽ കൂടെ സിനിമയല്ലേ ഇത്. പോടാ തരീറ്റ്. പിടി സ്നേഹേ പേടിയാവുന്നടി. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ഈ ലാഡർ ആരെങ്കിലും ഒന്ന് പിടിക്കോ? ഞാൻ പിടിച്ചു. ഞാൻ താഴണ്ടേ. ഇവിടെയാ പച്ചക്കയറാ. ഈ പാവാടയൊക്കെ ഏത് സമയം. ചെവി ചെവി ഇല്ല അവന്റെ ചെവി. ഞാൻ കേറുന്നില്ല. എനിക്ക് വേണ്ട. വേണ്ട ഇങ്ങോട്ട് മടക്കിയാണ്ടി താത്തി. ഇങ്ങനെ താത്തി മടക്കല്. ഇങ്ങോട്ട് മടക്കിയാണ്ടി. ആ നീ കയറൂലേ? ഇവന് ഉപദ്രവിക്കൂ. ആരും ഉപദ്രവിക്കും. ഇങ്ങോട്ട് മടക്കാണ്ടി. ആ പോട്ടെ. അവ അങ്ങോട്ടാ നിക്കുന്നത്. എനിക്ക് ദൂരം കൂടുതല്. അത് അമ്മേ എന്റെ കൃഷ്ണ. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ആനപ്പുറത്ത് കയറണ്ട. എന്നെ എടുക്കോ? എന്നെ ആരെങ്കിലും ഒന്ന് എടുക്കോ? ഒരു മനുഷ്യനില്ലേ? ഇല്ല എനിക്ക് ജീവനിൽ പേടിയുണ്ട്. ഒന്നാമത് കല്യാണം പോലും കഴിച്ചിട്ടില്ല ഞാൻ. നീ കല്യാണം കഴിക്കണം നാളെ. ഇല്ല പിടിച്ചേ. എനിക്ക് പേടി. മെല്ലെ ഇറങ്ങിയാൽ മതി. നിങ്ങളൊരു പേടി പറ്റണ്ട. മെല്ലെ ഇറങ്ങിയാൽ മതി. എനിക്ക് പേടി. ഇരുന്നെങ്കിൽ ഞാൻ കയറുമായിരുന്നു. താഴ്ത്തന്നാ നമുക്ക് താഴ്ത്തുന്ന കയറാം. അല്ല ആ അത് ഇരിക്കുമ്പോ കയറാം. ഇരുന്ന് കയറാൻ കഴിയില്ല. ഇരുന്ന് കയറാതെ തന്നെ നീച്ചുമ്പോ നിങ്ങൾ വീയാൻ പോകും. ഓണത്തിനെ അത്തപ്പൂക്കൾ ഇട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഓണമല്ലേ? നമ്മൾ ഏകദേശം അത്തപ്പൂക്കൾ ഇട്ട് തീരാറായിട്ടുണ്ട്. ഞാനും കാവേരിയും കൂടെയാണ് ഈ അത്തപ്പൂക്കളം ഇട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സദ്യ റെഡി ആയിട്ടുണ്ട്. കാവേരി കുട്ടി കൊടുത്തിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അല്ലേ കാവേരി? കാവേരി വിശന്നിരിക്കുക. ആ തുറന്നോ. വാ തുറന്നോ. ഓക്കേ. കഴിച്ചോ അത്? നീ കഴിക്കോ? ഞാൻ പോയി കഴിക്കട്ടാ? ഞാൻ പോയി കഴിച്ചോട്ടെ? അവളത് കഴിക്കട്ടെ ആദ്യം. എവിടെ? അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. കഴിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് നീ ഇതൊക്കെ കഴിച്ചോണം. ഇതാ നിനക്കുള്ളതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിച്ചോ. കാവേരി കാവേരി കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ സദ്യ കഴിച്ച് തുടങ്ങാം. കാവേരിയുടെ ഒപ്പമാണ് ഞാനിപ്പോൾ ഈ ഓണത്തിന് സദ്യ. പപ്പടം ഇല്ല എന്തോ അല്ലേ?
സൂപ്പർ, അടിപൊളി. നല്ല അവിയൽ, നല്ല പച്ചടി, എല്ലാം സൂപ്പർ. കാവേരി കഴിച്ചോണ്ടിരിക്കുക. വയറ് നിറച്ചും കഴിച്ചു കേട്ടാ. പായസം വരുന്നുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി സദ്യ. അടിപൊളി, നല്ല അവിയൽ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തുകൊണ്ടാണ് പുറത്തിരിക്കണമെന്ന് അറിയാമോ? എൻ്റെ കാവേരി കുട്ടിയും പുറത്തായിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഞാനും ഇവിടെ ഇരിക്കാമെന്ന്. അതല്ലേ നല്ലത്, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായി പോവും. ഇതേ പായസം കുടിക്കുകയാണ് ഞാൻ. അടിപൊളി പാൽപ്പായസം. പായസവും അതിൻ്റെ പുറത്ത് പഴവും കൂടെ ഇങ്ങനെ 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 എടുത്തിട്ടാണ്, അത് ഇങ്ങനെ എടുത്തിട്ടാണല്ലോ, അത് ഇങ്ങനെ എടുത്ത് ഇവിടെയുള്ള എല്ലാവരും കൊതി വിടുക. സൂപ്പർ. ആരെയും ഇഷ്ടപ്പെട്ടോ? പായസം വേണോ? പായസം വേണോ? കാവേരിക്ക് പായസം കൊടുക്കാം. കാവേരിക്ക് പായസം ഉണ്ട്, എന്നാലും കാവേരി താ. ഫുള്ളും കഴിച്ചാ? ഇഷ്ടപ്പെട്ടാ? കൊള്ളാല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഇല്ല, കഴിഞ്ഞു. നിനക്ക് വേറെ തരാം, മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. എന്താ ഇനി പായസം വേണോ? നിനക്ക് ഇനി പായസം വേണോ? തരാം. ഇനി ബാക്കി ഇരിപ്പുണ്ട്, ഞാൻ ആർക്കും കൊടുക്കൂല, നിനക്ക് തന്നെ തരാം. അപ്പോൾ എന്തായാലും ഞാനും കാവേരിക്കുട്ടിയൊക്കെ അടിപൊളി സദ്യയെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. കാവേരിക്കുട്ടിക്ക് ഇനിയും വേണമെന്നാണ് പറയുന്നത് കേട്ടോ. ബാ തുറന്ന് നിൽക്കുവാണ്. തരാം, വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഞാനും കാവേരിയും ഈ ഒരു ഓണം അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. ഇനി അടുത്ത ഓണത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇനി ഇതുവഴി പോകുമ്പോഴൊക്കെ ഞാൻ കാവേരിക്കുട്ടി കാണാൻ വേണ്ടി കയറും. എനിക്ക് ആദ്യം ഈ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കാവേരിയോടൊപ്പം ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ആനകളൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പക്ഷേ എനിക്ക് ഇന്നത്തോടു കൂടി എൻ്റെ കാവേരിയെ കണ്ടപ്പോൾ എനിക്ക് പേടി അങ്ങ് മാറിക്കിട്ടി. ഇതുവഴി പോകുന്ന എല്ലാവരും കാവേരിയെ മസ്റ്റായിട്ട് കാണണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ആനകളെ പേടിയുള്ളവർക്കൊക്കെ ആ പേടി അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ എന്തായാലും കാവേരിയെ കാണാൻ വേണ്ടി ഇനിയും ഒരുപാട് തവണ വരും കേട്ടോ. അപ്പോൾ എൻ്റെയും കാവേരിയുടെയും നമ്മുടെ ജാങ്കോ സ്പേസിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാണ്. അപ്പോൾ ഈ ഒരു ഓണം അടിപൊളിയാവട്ടെ എല്ലാവർക്കും. ഹാപ്പി ഓണം.